ഹലോ ഗൈസ്, അങ്ങനെ നമുക്കും കള്ളവണ്ടി കയറി സ്വിറ്റ്സർലാൻഡിൽ ലൈൻ വന്നിട്ട് രണ്ടാമത്തെ ദിവസം. ഇന്ന് എവിടെ പോകുന്ന ഞങ്ങൾ ഇങ്ങനെ നോക്കി ഇരുന്നപ്പോഴാണ് എന്നാ പിന്നെ വലിയ ആഗ്രഹമാണ് സ്വിറ്റ്സർലാൻഡിൽ പോകാൻ. എന്നാ പിന്നെ അങ്ങോട്ട് തന്നെ പോയേക്കാന്ന് വിചാരിച്ച് ഞങ്ങൾ രാവിലെ തന്നെ വണ്ടി സംഭവം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ബോർഡർ വരെ ഞങ്ങൾക്ക് ഞങ്ങൾ ടിക്കറ്റ് വെച്ച് പോകാൻ പറ്റും. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോകണമെങ്കിൽ വേറെ ടിക്കറ്റ് എടുക്കണം. ഇനി എങ്ങാനും അവിടെ ചെല്ലുമ്പോൾ അവർ ഞങ്ങളെ കയറ്റി വിട്ടാലോ, അതുകൊണ്ട് ഞങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങി. അങ്ങനെ ഞങ്ങൾ ബോർഡർ എത്തി. ഇനി അങ്ങോട്ട് ഏത് ട്രെയിനോ ട്രാമോ ബസ്സോ എന്തെടുത്താലും ഞങ്ങൾക്ക് വേറെ ടിക്കറ്റ് എടുക്കണം. അതുപോലെ തന്നെ നമ്മൾ പോകാനിരിക്കുന്ന സ്ഥലത്തോട്ട് ഇനി എന്തായാലും 3/4 മണിക്കൂർ സമയമുണ്ട്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ശരിക്കും ഒന്ന് പുറത്തിറങ്ങി എന്താ അവസ്ഥ എന്നൊന്ന് നോക്കിയിട്ട് ബാക്കി തീരുമാനം. ഇതിൻ്റെയാണ് പുറത്തോട്ട് പോകാനുള്ള വഴി പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നത്. പിന്നെ ഞങ്ങൾ കുറേ നടന്ന് അങ്ങനെ ഞങ്ങൾ എങ്ങനെയൊക്കെ പുറത്തിറങ്ങി സ്വിറ്റ്സർലാൻഡിന്റെ മനോഹാരിത ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നടന്നപ്പോഴാണ് ഒരു ട്രാം വരുന്നുണ്ട്. എന്നാൽ പിന്നെ ഇതിൻ്റെ അകത്ത് കയറി എവിടെയാണോ ചെന്ന് എത്തുന്നത് അവിടെ പോയി ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങളാണ് ഇതിൻ്റെ അകത്ത് കയറി എന്നിട്ട് ഇതാണ് എടുക്കുന്നില്ല. ഇനി ആരെങ്കിലും വന്ന് ഞങ്ങൾ ഇപ്പം തന്നെ പിടിച്ച് പുറത്താക്കുമെന്ന് പേടിച്ച് കുറേ നേരം ഇരുന്നപ്പോൾ ഇതൊന്ന് എടുത്തു. പിന്നെ ഞങ്ങളിരുന്ന് അങ്ങോട്ട് ആസ്വദിക്കാൻ തുടങ്ങി. കുറച്ച് നേരം വണ്ടിയിലിരുന്ന് ഞങ്ങൾ സ്ഥലമൊക്കെ ഇങ്ങനെ കണ്ട് പിന്നെ ഓർത്തു ഇനി ഇരുന്ന് വെറുതെ ഒരു വള്ളി എടുത്ത് തലയിൽ വെക്കേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ അടുത്ത് കണ്ട സ്റ്റോപ്പിൽ തന്നെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഇതെന്നായി ഒരു പേടിയില്ലാത്ത ഒരു സ്ഥലം. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇവിടെ വന്നിട്ട് ഇപ്പം എന്ത് കാണിക്കാനാണ്, ശരി എന്തായാലും കയറി എന്നാൽ ഒന്നും കൂടെ ഒരു ട്രെയിന് വരുന്ന ട്രാമിൽ കയറി അടുത്ത സ്റ്റോപ്പിൽ ചെന്നിറങ്ങാം. അവിടെ നിന്ന് പിന്നെ എങ്ങോട്ടും ഇല്ല എന്ന് വിചാരിച്ച് ഞങ്ങൾ അടുത്ത വണ്ടി കയറി. പിന്നെയും കുറേ നേരം കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് ഞങ്ങൾ ഒരു 2-3 സ്റ്റോപ്പ് കഴിഞ്ഞ് അപ്പറേ പോയി ഇറങ്ങി. ഞങ്ങൾ ചെന്നിറങ്ങിയത് ഒരുമാതിരി ജംഗ്ഷൻ പോലൊരു സ്ഥലത്താണ്. അവിടെ നിന്ന് ഇവിടെ നോക്കി ട്രാം വരുന്നുണ്ട്. പിന്നെ ഞങ്ങൾ മേളോട്ട് നോക്കിയപ്പോൾ അവിടെയാണെങ്കിൽ ഒരുമാതിരി നമ്മുടെ അബുദാബി ഖത്തർ എയർപോർട്ട് പോലെ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നേരെ കണ്ടൊരു മാളിലോട്ട് കയറി. അവിടെ ചെന്ന അവിടെ തന്നെ അവിടെ ടിക്കറ്റ് വേണമെന്നുണ്ട്. അപ്പം ഞങ്ങൾ നേരെ തിരിച്ചിങ്ങ് പോകും. പിന്നെ കുറച്ചുകൂടെ അതിലേക്ക് ഇറങ്ങി നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ നോക്കിയപ്പോൾ സമയം പോയത് വഴി അറിയത്തില്ല. ഞങ്ങൾ 3/4 മണിക്കൂറിനുള്ള അടുത്ത ട്രെയിൻ ഉണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ എത്താനുള്ള വഴി നോക്കാൻ നോക്കിയപ്പം ഇങ്ങോട്ട് വന്ന തൈര് അങ്ങോട്ട് പോകാനില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പയ്യെ അങ്ങ് നടക്കാം. അങ്ങനെ ട്രെയിൻ കയറി ഇനി അവിടെ നിന്നുള്ളത് മൊത്തം ഇങ്ങോട്ട് ആര് പൊക്കിയാലും ഞങ്ങൾ വിടും. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറി വന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞില്ല ഒരാൾ കിടക്കുന്ന കിടപ്പ്. കുറേ നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന അവസാനം കർത്താവ് അത് ഞങ്ങൾ ആരും പൊക്കിയില്ല. ഇനി തിരിച്ചു പോകുമ്പോൾ പേടിച്ചാൽ മതി. വല്ലാത്തൊരു അഭിമാനമായിരുന്നു കള്ളവണ്ടി കയറി ഇവിടം വരെ എത്തിയപ്പോൾ. ഇനി ഞങ്ങളൊരു കുഞ്ഞു ട്രെയിനും കൂടെ കയറി ഞങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്ന സ്ഥലം ട്രെയിൻ കണ്ടുപിടിച്ച് എങ്ങനെയൊക്കെയോ അതിൽ കയറി. ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റേ ഉള്ളൂ. ഏതൊക്കെയോ വീടിന്റെ പുറകെ കൂടെ ആവും. അവസാനം ഞങ്ങളും കണ്ടു ഗൈസ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് നേരത്തെ എത്തി. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ലിൻഡിൻ്റെ ഫാക്ടറിയാണ്. ഇവിടെ ഇവർ ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കി പാക്ക് ചെയ്ത് എങ്ങോട്ടൊക്കെ അയക്കുന്ന സർവ്വമാന സാധനം ഇതിനുള്ളിൽ കാണിക്കും. അപ്പം ഞങ്ങൾ ഇതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് കുറേ വിട്ടാൽ വെറുതെ തിന്നും ചെയ്യാം. അപ്പം ഞങ്ങൾ ഇതിന് കയറണമെങ്കിൽ ഇതിന് ഓരോ ടൈമുണ്ട്. പക്ഷെ ഞങ്ങൾ അതിനകത്ത് ഒരു 3-3.5 മണിക്കൂർ നേരത്തെ ചെന്നു. ഇനിയിപ്പോൾ തിരിച്ച് വരാമെന്ന് പറയുന്നത് വല്ലാത്തൊരു കഷ്ടം. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ ആ ചുറ്റുപാടുള്ളൊക്കെ ഒന്ന് ജസ്റ്റ് കാണാം. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് മുന്നോട്ട് ഇറങ്ങിയപ്പോഴാണ് ഞങ്ങൾ ഇനി പോകാനിരിക്കുന്ന സ്ഥലത്തിൻ്റെ ചെറിയൊരു ഭാഗം അവിടെ കണ്ടത്. പിന്നെ ഞങ്ങൾ അതിലൂടെ കുറേയൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കഫേയിൽ കയറി ഞങ്ങൾ ഓരോ കേക്ക് കഴിച്ച് അവിടെ പിള്ളേർക്ക് കളറടിക്കാൻ വെച്ചിരുന്ന കളർ ഞങ്ങളെടുത്ത് കുറേ നേരം കഴിച്ച് എങ്ങനെയൊക്കെ 3 മണിക്കൂർ ഞങ്ങൾ കടത്തി. അവസാനം ഞങ്ങൾ കാത്തിരുന്ന സമയമായി. അങ്ങനെ ഞങ്ങളും കയറി അതിൻ്റെ ഉള്ളിൽ. കുറേ ഒന്നും ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇതുള്ളത് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞങ്ങൾ പുറത്തുകൂടെ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ എന്നാന്ന് പറഞ്ഞാലും അടിപൊളി സ്ഥലമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തേക്ക് അത്രയേ ഉള്ളൂ. അടുത്ത് ഞങ്ങൾ എവിടെയാണ് പോയെന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ബൈ.